ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായത്. രണ്ടാമത്തെ പാർട്ടിൽ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രോക്കർ എങ്ങനെ, അതായത് ബ്രോക്കർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാനാണ് നോക്കുന്നത്. എന്താണ് ഫോറക്സ് ബ്രോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ആൻഡ് സെല്ല് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ഈ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് എ ബുക്കും ഒന്ന് ബി ബുക്കും. എ ബുക്ക് ബ്രോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന ഓർഡേഴ്സ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് കൊടുക്കും. എക്സാമ്പിളായിട്ട് ബാങ്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ളവർക്ക് നമ്മൾ ഓർഡേഴ്സ് കൊടുക്കും. രണ്ടാമതായിട്ട് ബി ബുക്ക് വരുന്നത്. ബി ബുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർഡേഴ്സ് പുറത്തേക്ക് പോകുന്നുണ്ടാവില്ല. ആ ബ്രോക്കർ തന്നെ ആയിരിക്കും ട്രേഡ് നടക്കുന്നുണ്ടാവുക. നമ്മുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ബ്രോക്കർ തന്നെ ആയിരിക്കും ട്രേഡ് എടുക്കുന്നുണ്ടാവുക. മാനിപ്പുലേറ്റ് ആകാൻ വേണ്ടി കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ ബുക്ക് ബ്രോക്കർ ആയിരിക്കണം ചൂസ് ചെയ്യുന്നുണ്ടാവേണ്ടത്. ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ബ്രോക്കറെ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ റൂൾസിനെ വയലേറ്റ് ചെയ്യാതെ നോക്കുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ റൂൾസ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോസിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് XNSന്റെ ഈ ഒരു പേജിലേക്കാണ് വരിക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ XNSന്റെ വേറൊരു വെൽക്കം പേജിലേക്കാണ് പോവുക. ഇവിടെ നമ്മുടെ കൺട്രി ചോദിക്കുന്നുണ്ട്. കൺട്രീൻ്റെ ഇവിടെ നമ്മൾ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം മെയിൽ ID ആണ് ചോദിക്കുക. നമ്മൾ ഏതാണോ മെയിൽ ID കൊടുക്കേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ XNSന് വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ക്രൈറ്റീരിയ അവർ പറയുന്ന പോലെ ചെയ്തിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം റിയൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ XNSന്റെ IDയും അതേപോലെ പാസ്വേഡും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പ് സ്റ്റോറിലോ അതേപോലെ പ്ലേ സ്റ്റോറിലേക്ക് വരാം. അവിടെ XNS എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് XNSന്റെ ആപ്പ് കാണാൻ പറ്റും. അവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓപ്പൺ ചെയ്യാം. അവിടെ രജിസ്റ്റർ ഉണ്ട്, സൈൻ ഇൻ ഉണ്ട്. അവിടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മെയിൽ ID അടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള മെയിൽ ID കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളൊരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് അവിടെ കൊടുക്കാം. ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അവിടെ ഒരു പിന്നും കൊടുക്കുക. നമുക്ക് ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ കൊടുത്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ താഴെ വരുന്ന സമയത്ത് അക്കൗണ്ട്, അതേപോലെ ട്രേഡ്, മാർക്കറ്റ്, പെർഫോമൻസ്, പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷനിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ടൈപ്പ് അക്കൗണ്ടാണ് വരുന്നുള്ളത്. ഫസ്റ്റ് അക്കൗണ്ട് വരുന്നത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണ്. നമുക്കിതിന് മിനിമം ഡെപ്പോസിറ്റ് ഒന്നുമില്ല. സ്പ്രെഡ് 0.20 ആണ്. കമ്മീഷൻ ഒന്നുമില്ല. സെക്കൻഡ് അക്കൗണ്ട് പ്രോ അക്കൗണ്ട് ആണ്. 500 യൂസിൽ ഡെപ്പോസിറ്റ് വേണം. 0.1 ആണ് നമുക്ക് സ്പ്രെഡ് വരുന്നത്. കമ്മീഷൻ ഇല്ല. പ്രോ സ്പ്രെഡ് ആണ് അടുത്ത വരുന്നത്. അതിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് 500, സ്പ്രെഡ് ഇല്ല, അതേപോലെ കമ്മീഷനും ഇല്ല. മൂന്നായിട്ട് വരുന്നത് 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആണ്. ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട് 500, സ്പ്രെഡ് ഇല്ല, പക്ഷെ കമ്മീഷൻ ഉണ്ട്. 0.20 US$ നമ്മൾ കമ്മീഷനായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ഒരു ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ട്രേഡർ ആണെങ്കിലും നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് തന്നെയാണ്. ഇതിൽ നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് വരുന്നില്ല. സ്പ്രെഡ് നമുക്ക് 0.2 ആണ് വരുന്നത്. നല്ല രീതിയിൽ ട്രേഡും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ KYCയും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി KYCയും കാര്യം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് പ്രൊഫൈലിൽ പോയതിന് ശേഷം അത് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുന്ന സമയത്ത് മെയിൽ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് ആയിട്ട് വരിക. അവിടെ സെൻഡ് മീ കോഡ് കൊടുക്കുന്ന സമയത്ത് മെയിലിലേക്ക് ഒരു OTP പോവും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡണ്ണ് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുക. അതും OTP കൊടുത്ത് വെരിഫൈ ചെയ്യാം. നമ്മുടെ പ്രൊഫൈൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റീജിയൻ എല്ലാം കൊടുത്തിട്ട് ഒന്ന് കൺഫേം ചെയ്യാം. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവർ നമ്മളോട് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ കൊടുക്കുക. നമുക്ക് എന്താണ് നമ്മുടെ വെൽത്ത്,
അതേപോലെ തന്നെ നമ്മുടെ ബേസിക്കായിട്ടുള്ള ഒക്യുപ്പേഷൻ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാകുക. അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്ത് വരുന്ന നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നത്. KYCൻ്റെ മെയിൻ ഒരു പാർട്ടാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ്റെ. ഞാൻ ആധാർ കാർഡാണ് എൻ്റെ വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ആധാർ കാർഡ് കൊടുക്കുക. അവിടെ ഫ്രണ്ട് പിക്ചറും അതുപോലെ ബാക്ക് പിക്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. വെരിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം മേടിക്കും. അവിടെ പറയുന്നുണ്ട് 3 to 7 minutes അല്ലെങ്കിൽ 24 മണിക്കൂറെങ്കിലും ചില കേസിൽ പിടിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെരിഫൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ റെസിഡൻസിൻ്റെ, നമ്മുടെ അഡ്രസ്സിൻ്റെ ഒരു വെരിഫൈ ചെയ്യാനുള്ളതാണ്. ഞാൻ ഇവിടെ എൻ്റെ വോട്ടർ ID ആണ് കൊടുക്കുന്നത്. രണ്ടാമത് നമ്മൾ ആധാർ കാർഡിൻ്റെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരെടുക്കില്ല, വേറെ എന്തെങ്കിലും പ്രൂഫ് വേണമെന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വോട്ടർ ID ആണ് കൊടുത്തിട്ടുള്ളത്. സബ്മിറ്റ് ഡോക്യുമെൻ്റ് കൊടുത്താൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ചോദിക്കുന്നുണ്ട്. 3 to 7 minutes അല്ലെങ്കിൽ നേരത്തെ പോലെ 24 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം, നമുക്ക് ഇത് വെരിഫൈ ആവില്ല നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം പിടിക്കും ഇത് വെരിഫൈ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ വീണ്ടും പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, അവിടെ നേരത്തെ കംപ്ലീറ്റ് പ്രൊഫൈൽ കാണിച്ചിട്ട് ഇപ്പം കംപ്ലീറ്റ് കാണിക്കുന്നില്ല. നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പ്രോസസ്സും കാര്യങ്ങളും. ഇനി നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള രീതിയിൽ അക്കൗണ്ടും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് വെച്ചാൽ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഫണ്ട് ആഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, എങ്ങനെ ട്രേഡ് പ്ലേസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ, അതേപോലെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഡെമോയും കാര്യങ്ങളായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ടാകുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്